ശ്രീ PM ജോൺ പറഞ്ഞതുപോലെ എല്ലാ വർഷവും ഈസ്റ്റർ കഴിഞ്ഞുള്ള സൺഡേയിൽ YMCA ഈ ഒരു പ്രോഗ്രാം ഒരുക്കുന്നതാണ്. കഴിഞ്ഞ വർഷം നടത്തുന്നതിന് സാധിച്ചില്ല. ഈ വർഷം ഇപ്രകാരം സൂമിലെങ്കിലും നമുക്ക് കടന്നു വന്ന് ഈസ്റ്ററിന്റെ സന്തോഷം പങ്കുവെക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഈസ്റ്റർ സോങ്സ് വിവിധ കൊയർ ടീമുകളിൽ നിന്ന് കേൾക്കുവാനും സർവശക്തനായ ദൈവം നമുക്കിടയാക്കി ദൈവനാമത്തെ ഞാൻ സ്തുതിക്കുന്നു. വളരെ ചുരുങ്ങിയ നിമിഷം കൊണ്ട് അധ്യക്ഷ പ്രസംഗം എന്നുള്ള നിലയിൽ ഈസ്റ്ററിനെ സംബന്ധിച്ച് 3 ചിന്തകൾ 3 വാക്യങ്ങളിലൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ദ പേഴ്സൺ ഓഫ് ഈസ്റ്റർ. അതെല്ലാവർക്കും നമുക്കറിയാം. പക്ഷെ ഭാഗ്യവാനായ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ അത് വളരെ കൃത്യമായി നിർവചിച്ചിട്ടുണ്ട്. 2 തിമോത്തിയോസ് 2-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം എന്ന് പറയുമ്പോൾ ഇന്നും നമുക്കൊരു വലിയ ചിന്ത അത് പ്രദാനം ചെയ്യുകയാണ്. യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുന്ന രക്ഷയെ സംബന്ധിച്ച്, ആ ഈസ്റ്ററിന്റെ അനുഭവത്തെ സംബന്ധിച്ച്. രണ്ടാമതായി ദ പർപ്പസ് ഓഫ് ഈസ്റ്റർ. കർത്താവിന്റെ ജനനത്തിനും ഉത്ഥാനത്തിനും 7 നൂറ്റാണ്ടുകൾക്ക് മുൻപ് യഹോവയായ ദൈവം മഹത്വമുള്ളവനായ യെശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്തു. യെശയ്യാ പ്രവചനം 25-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനത്തിൽ അവൻ മരണത്തെ സദാകാലത്തേക്ക് നീക്കിക്കളയും. ഇതാണ് ദ പർപ്പസ് ഓഫ് ഈസ്റ്റർ. ഇന്ന് നമ്മോടൊപ്പമുള്ള ഒരു വ്യക്തി മരിച്ചാൽ നമുക്ക് മാനുഷികമായ പ്രയാസമുണ്ട് എന്ന് വരികിലും നമ്മുടെ കർത്താവ് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരേറിയത് കൊണ്ട് ആ മരണത്തെ അവൻ നീക്കിക്കളഞ്ഞു എന്ന് നമ്മുടെ ശുശ്രൂഷകളിലും പ്രാർത്ഥനാ ക്രമങ്ങളിലും ഒക്കെയും നാം വായിക്കുകയും പാടുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. അതാണ് ദ പർപ്പസ് ഓഫ് ഈസ്റ്റർ. മൂന്നാമതായി ദ പ്രോമിസ് ഓഫ് ഈസ്റ്റർ എന്ന് പറയുന്നത് സ്വർഗാരോഹണ സമയത്ത് സംഭവിച്ച കാര്യമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാമത്തെ അധ്യായം പരിശോധിക്കുമ്പോൾ അതിന്റെ 11-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതായ വേളയിൽ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ കർത്താവിന്റെ ശിഷ്യന്മാരോട് പറയുന്ന ആ ഒരു വലിയ വാഗ്ദാനമുണ്ട്. അതാണ് പ്രോമിസ്. നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു ക്രിസ്തുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. ഒരു വലിയ പ്രോമിസ്. ഇതിൽ കൂടുതൽ ഒരു പ്രോമിസ് പ്രിയപ്പെട്ടവരെ നമുക്ക് എന്താണ് ആവശ്യം? ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും വരുന്ന ആ യേശു ക്രിസ്തുവിന്റെ ദിവ്യമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കുവാനും അതിൻ പ്രകാരം ജീവിക്കുവാനും സർവശക്തനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും സംഗതി ആക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. ഒരു കാര്യം കൂടി, ഈ ഈസ്റ്റർ സോങ് സർവീസ് ഇത്ര മനോഹരമായി വളരെയധികം ഹോംവർക്ക് ചെയ്ത് ഇവിടെ ഇപ്രകാരം ക്രമീകരിക്കുവാൻ തക്കവണ്ണം YMCAയുടെ സ്പിരിച്വൽ പ്രോഗ്രാം കമ്മിറ്റി, പ്രത്യേകാൽ അതിന്റെ ചെയർമാനായി പ്രവർത്തിക്കുന്ന ശ്രീ PM ജോൺ അവർകൾ, കൺവീനറായി പ്രവർത്തിക്കുന്ന ശ്രീ ജിമ്മി ജോർജ്, സ്പിരിച്വൽ കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ YMCAയുടെ ഓഫീസ് സ്റ്റാഫ്, എല്ലാവരെയും ഒറ്റ വാക്കിൽ അവരുടെ ബുദ്ധിമുട്ടിന് ദൈവം തമ്പുരാൻ പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ സൂം മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഈസ്റ്ററിന്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവത്തിന്റെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. Thank you, Coach sir. Thank you so much. So now we will start the songs. The first song is by Trivandrum YMCA. Hallelujah, Christ is risen. The choir master is Mr. Cherian Umman. We will hear the first song now. Hallelujah, hallelujah, as you heard us voices raise, sing to God the hymn of gladness, sing to God the hymn of
grace. He who on the cross the victory for the world's salvation there. Jesus Christ, the King of glory, now is risen from the dead. Christ is risen, Christ the first fruits of the holy days of the King, which Lord is full of abundance. At his As his glories unredeemed, then the golden years of harvest will their heads before him wave. Bright but warm his glorious sunshine from the furrows of the great. തിരുമേനി വരുന്ന Hallelujah, hallelujah, glory be to God on high. Hallelujah to the Savior, who has who has been the victory. Hallelujah to the Spirit, that on high as Christians be. Hallelujah, now and ever to the blessed Trinity. we will have now the second song by God's Own Night Choir, Lead Me to Calvary, written by Jenny E. Hussey and composed by William J. Kirkpatrick. It's a very touching and inspiring Easter song. It brings out the real feelings of passion and resurrection of our Lord. 45 members of the 10 Marthoma congregations came together even during this COVID period to present this song digitally. We thank all the members of the choir and especially Mr. Abraham Zakaria for his painstaking leadership in coordination, music programming, editing, and mixing, who is the choir master of St. Thomas Marthoma Church Choir, St. Thomas Marthoma Church Choir Part 2. So now we'll hear the song of God's Own Night, Trivandrum, Lead Me to Calvary. King of my life, I crown thee now.
Let me like Mary through the gloom come with a gift to thee. Show to me now the empty tomb. Lead me to Calvary. Lest I forget Gethsemane, lest I forget thy agony, lest I forget thy love for me. Lead me to Calvary. May I be willing, Lord, to bear daily my cross for thee, even the cup of grief to share. Thou hast gone all for me. Lest I forget Gethsemane, lest I forget thine agony, lest I forget thy love for me. Lead me to Calvary. Thank you. The next song is by Alleluia Music Team, a Malayalam song, Durave Akunil. Lyrics and music by Reverend George Bernard. Translation of the song by Sri Thomas Matthew. And choir master is Mr. John Benson. Calvary, it
കൈമാറിടും. എന്നാഥന്റെ ശുദ്ധ രക്തത്തെ കുതിർന്ന ആ ക്രൂശിനെ ദർശിക്കുന്നേ. എൻ പാപം പോകുവാൻ രക്ഷകന ക്രൂശിൽ സ്വജീവൻ നേടിയെനിക്കായി. പ്രശംസിക്കുന്ന പ്രിയൻ ക്രൂശിൽ അതിനാൽ വെടിഞ്ഞെൻ നേട്ടങ്ങൾ. ആ കിരീടധാരണത്തിലെ ദീപം എൻ ക്രൂശിനെ കൈമാറിടും. ആഘോര ക്രൂശിന്റെ ലജ്ജയും നിന്ദയും ആമോദമായി ഞാനേൽക്കുന്നു. പ്രിയനോരു നീനെ സ്വർഗ്ഗത്തിൽ തന്നെ വിളിക്കും കിരീടം തരൂ. പ്രശംസിക്കുന്ന പ്രിയൻ ക്രൂശിൽ അതിനാൽ വെടിഞ്ഞെൻ നേട്ടങ്ങൾ. ആ കിരീടധാരണത്തിലെ ദീപം എൻ ക്രൂശിനെ കൈമാറിടും. പ്രശംസിക്കുന്ന പ്രിയൻ ക്രൂശിൽ അതിനാൽ വെടിഞ്ഞെൻ നേട്ടങ്ങൾ. ആ കിരീടധാരണത്തിലെ ദീപം എൻ ക്രൂശിനെ കൈമാറിടും. Thank you for that wonderful song. We'll have our next song by Melodia Choir, Uyirpin Sandosha Geethamida. Lyrics are by Sri George Thomas and music by Professor Shijo Philip. സന്തോഷഗീതമിതാ ഗീതമിതാ ഉത്ഥാന സന്ദേശവേദമിതാ വേദമിതാ മരണത്തിൻ മുൾമുന തകർത്തൊരു നാഥന്റെ സ്മരണയെ പുണരുന്ന വേളയിതാ പുതുജീവന്റെ സ്വർഗീയ നാദമിതാ ഉയർപ്പിൻ സന്തോഷഗീതമിതാ ഗീതമിതാ
ഒരു പ്രത്യേക അനൗൺസ്മെന്റ് ഈ സമയത്ത് പറഞ്ഞുകൊള്ളട്ടെ. നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് അഭിമന്യ തിരുമനസ്സുകൊണ്ട്, കുർലോസ് തിരുമനസ്സുകൊണ്ട് ഇതിനകത്ത് കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ 100 പേർക്ക് മാത്രമേ പ്രവേശനം ഒരു സമയത്തുള്ളൂ. സംഘാടകർ ഒരു വലിയ ബുദ്ധിമുട്ടിലാണ് എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ കാര്യം ഏറ്റെടുത്ത് ഞാനൊരു റിക്വസ്റ്റ് പറയുകയാണ്. കുറെ പേർ വെയിറ്റിംഗിൽ നിൽക്കുകയാണ്. അപ്പൊ തിരുമേനിയും വെയിറ്റിംഗിൽ നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ഒരു ഞാൻ വിചാരിക്കരുത്, ഞാൻ വളരെ ഉപ്പുകയോടെ പറയുകയാണ്. 5-6 പേർ ഫേസ്ബുക്കിലേക്ക് മാറുകയാണെങ്കിൽ, ഇത് ഫേസ്ബുക്കിൽ ലൈവായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ തന്നിരിക്കുന്ന ലിങ്കിൽ ഫേസ്ബുക്കിൽ YMCയുടെ ഫേസ്ബുക്ക് പേജിലും ഇത് കാണാവുന്നതാണ്. 5-6 പേർ ഫേസ്ബുക്കിലേക്ക് മാറുകയാണ് എന്ന് വരികിൽ തിരുമേനിക്ക് സൂമിലേക്ക് കയറുവാനൊക്കെ, തിരുമേനിക്ക് ഫേസ്ബുക്കിലൂടെ സംസാരിക്കാൻ ഒക്കുകയില്ല. സൂമിൽ വന്നെങ്കിലേ ചെയ്യുകയുള്ളൂ. ആ ഒരു വിഷമത്തിലാണ് എന്ന് സംഘാടകർ അറിയിച്ചിരിക്കുന്നു. നമ്മുടെ സ്പിരിച്വൽ കമ്മിറ്റി ചെയർമാന് വേണ്ടി ഞാൻ പറയുകയാണ്. അതിനുള്ള സമയമാണ്. ഞാൻ നിങ്ങളുടെ ഇതിനെ വിടുകയാണ്. സോറി, ഇങ്ങനെ പറയാൻ എനിക്ക് വിഷമമുണ്ട്. എക്സ്ട്രീംലി സോറി. ഓക്കെ, Thank you. I think you're the mess. തിരുമേനി ഇപ്പൊ കയറും. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെയും കയറാം. We will continue now with the next song, and we will give a pause for it when Tirumeni enters. Okay, Biti? Hello, Biti? Hello, Biti? Okay. Sorry, Tirumeni കയറുന്ന സമയത്ത് we will have a pause. We will have the next song. Amarnath Ipol and team, Uyarthanipin Sudinam. Music by Joy Thotan, lyrics by Wellanad Denison, and orchestration by Salines Christopher. We will make a pause when Tirumeni enters, and we will continue with the song. കാണാത്തുണ്ടോ? ഉയർത്തണീപ്പിൻ സുദിനം, ഉയർപ്പിനുത്സവ സുദിനം, ജയവീരനായി മിശിഹാ വരവായിതാ വീണ്ടും, ജയവീരനായി മിശിഹാ വരവായിതാ വീണ്ടും. ഹല്ലേലൂയ പാടാം, ജയഗീതമാലപിക്കാം. ഹല്ലേലൂയ ജയഗീതമാലപിക്കാം. ജയവീരനായി മിശിഹാ ഉയരാർന്നിതാ നിൽപ്പൂ, ജയവീരനായി മിശിഹാ ഉയരാർന്നിതാ നിൽപ്പൂ. ഉയർത്തണീപ്പിൻ സുദിനം, ഉയർപ്പിനുത്സവ സുദിനം, ജയവീരനായി വരവായിതാ വീണ്ടും, ജയവീരനായി മിശിഹാ വരവായിതാ. മഹാദൈവം
മനസ്സിന്റെ മന്ത്രമവൻ മിശിഹ മഹാദൈവം മനസ്സിന്റെ മന്ത്രമവൻ സുദിനം വരവായിതാ വീണ്ടും ജയവീരനായി മിശിഹ വരവായിതാ വീണ്ടും ഹോമാഗ്നിയിൽ നിന്നും ജയസൂര്യനായുയർത്തു ഹോമാഗ്നിയിൽ നിന്നും ജയസൂര്യനായുയർത്തു പിൻ സുദിനം ഉയർപ്പിനുത്സവ സുദിനം വരവായിതാ വീണ്ടും മിശിഹ വരവായിതാ ഉയർപ്പിനുത്സവ സുദിനം ജയവീരനായി മിശിഹ വീണ്ടും വീണ്ടും We have with us His Grace Right Reverend Joachim Markurlos Episcopa. We have immense pleasure in welcoming His Grace Right Reverend Dr. Joachim Markurlos Episcopa, Bishop of Kottarakara Punalur Diocese of the Marthoma Church. Tirumeni is an ardent supporter of the activities of the YMCA. Tirumeni is quite unique in his God-given gifts, abilities, and grace. His life of devotion and the spiritual leadership to the church and also to the society is laudable. Tirumeni is well known for his charity and the poor and needy, helping the poor and the needy. His preaching of the gospel is simple, clear, forthright, and ardent. And he has a masterful grasp of reformed theology in his Puritan and Pietistic mode. I invite His Grace Right Reverend Joachim Markurlos Episcopa for delivering the Easter message. Welcome, Tirumeni. കർത്താവിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ, തിരുവനന്തപുരം YMCAയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈസ്റ്റർ റിസൈറ്റൽ അതിൻ്റെ ഭാഗമായി തീരുവാൻ തക്കവണ്ണം എനിക്ക് അവസരം ലഭിക്കുന്നതിലേറെ സന്തോഷിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എന്നെ
ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിച്ചതിലുള്ള പ്രത്യേക നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യും. എന്താണ് ഈസ്റ്ററിന്റെ മെസ്സേജ്? ഈസ്റ്ററിന്റെ മെസ്സേജ് വളരെ സിമ്പിൾ ആണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോഴൊക്കെയും കർത്താവ് ഒരു വാക്കാണ് പറഞ്ഞത്, പീസ് ബി വിത്ത് യു. എല്ലായ്പ്പോഴും കർത്താവ് പറഞ്ഞ വാക്ക് അതാണ്. നീണ്ട ഒരു പ്രസംഗം പറയുന്നതിനെ കർത്താവ് ശ്രമിച്ചതായിട്ട് കാണുന്നില്ല. എന്നാൽ കർത്താവ് ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ ഒരുപാട് നീണ്ട പ്രസംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നിങ്ങൾക്ക് സമാധാനം എന്ന മെസ്സേജാണ് ലോകത്തിന് നൽകിയത്. ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കുറിച്ച് നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് പ്രധാനമായിട്ടും ഒരു കംഫർട്ടറായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം നാം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സമയത്ത് ഇത് വളരെ കൃത്യമായി, മാത്രമല്ല യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പുമായി ബന്ധപ്പെട്ട ഭാഗം വായിക്കുമ്പോഴത്തേക്ക് നമുക്കിത് വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. ഒന്ന്, റിസറക്റ്റഡ് ക്രൈസ്റ്റ് ഈസ് എ കംഫർട്ട്. യേശു കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യമായി പ്രത്യക്ഷപ്പെടുന്നത് തോട്ടത്തിലാണ്. അത് ഒരുപക്ഷെ യാദൃച്ഛികമാണെന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. ദൈവം സൃഷ്ടിച്ച ആദാമിനെയും ഹവ്വായെയും ആക്കി വെച്ചത് തോട്ടത്തിലാണ്. ഒരു തോട്ടത്തിൽ പാപം ചെയ്ത ദൈവദേശം നഷ്ടപ്പെട്ട് തോട്ടത്തിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ട മനുഷ്യവർഗത്തിന്റെ പ്രതിനിധികളായ ആദാമും ഹവ്വായും. എന്നാൽ വേറൊരു തോട്ടത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യമായി പ്രത്യക്ഷപ്പെടുകയാണ്. ഇത് കൊടുക്കുന്ന വലിയ ഒരു മെസ്സേജ് ഉണ്ട്. ദൈവത്തിന്റെ സൃഷ്ടിക്ക് കൊടുക്കുന്ന മെസ്സേജാണ്. ഇന്ന് ദൈവത്തിന്റെ സൃഷ്ടിയായ പ്രകൃതി വേദനിക്കുന്നു, ദുഃഖിക്കുന്നു, കണ്ണുനീർ ഒഴിക്കുന്നുണ്ട്. ലോകം രോഗിണിയാണ്. ഇത് നാം യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം സാധ്യമായി തീരുന്നുവെങ്കിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ആദ്യമായി കൊടുക്കുന്ന മെസ്സേജ് നന്നായി താൻ സൃഷ്ടിച്ച ലോകവും പാപം ചെയ്ത് ദൈവദേശത്ത് നഷ്ടാളപ്പിശകുള്ളതായി തീർന്ന ലോകത്തിനുമാണ്. കൊടുക്കുന്ന മെസ്സേജ് ഇതാണ്: ഞാൻ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു. ദാറ്റ് ഈസ് ദ ഹോപ്പ്. പ്രത്യാശയുടെ വലിയ ദൂത് യേശു കർത്താവ്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് താൻ നന്നായി സൃഷ്ടിക്കുകയും പാപം ചെയ്ത് തേജസ് നഷ്ടപ്പെട്ടു പോയ മനുഷ്യവർഗത്തിനും തോട്ടത്തിനും നൽകുന്ന പ്രത്യാശയുടെ ദൂതാണ്. രണ്ടാമതായി ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് കണ്ണുനീർ തൂകുന്ന സ്ത്രീക്കാണ്. കർത്താവ് പറയുന്നു, വൈപ്പ് ഓഫ് യുവർ ടിയേഴ്സ് ബിക്കോസ് ഐ ആം ലിവിങ്. സ്ത്രീകൾ ഇന്നും കണ്ണുനീർ തൂകുന്നവരാണ്. തുല്യ പദവി സ്ത്രീക്കുണ്ട്, തുല്യ വോട്ട് സ്ത്രീക്കുണ്ട് എങ്കിൽ പോലും സ്ത്രീ ഇപ്പോഴും അവഗണിക്കപ്പെടുന്നു എന്നുള്ള സത്യം അംഗീകരിക്കാതിരിക്കാനായിട്ട് നിവൃത്തിയില്ല. ആരൊക്കെ കണ്ണുനീർ തൂകുന്നു, പുരുഷനായാലും സ്ത്രീ ആയാലും, അവർക്ക് ഉള്ള മെസ്സേജാണിത്. വൈപ്പ് ഓഫ് യുവർ ടിയേഴ്സ് ബിക്കോസ് ഐ ആം റിസൺ ആൻഡ് ഐ ആം ലിവിങ്. എന്ത് ശക്തമായൊരു മെസ്സേജാണിത്. ഇന്നത്തെ ലോകത്തിന്, ഇന്നത്തെ കണ്ണുനീർ തൂകുന്നവർക്ക് കൊടുക്കുന്ന വലിയ മെസ്സേജാണിത്. പിന്നീട് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് പേടിച്ച് വിറച്ച് വാതിലടച്ചിരിക്കുന്നവർക്കാണ്, വാതിലടച്ചിരിക്കുന്ന ശിഷ്യന്മാർക്കാണ്.
കർത്താവ് അവർക്ക് കൊടുക്കുന്ന മെസ്സേജ് സമാധാനത്തിന്റെ മെസ്സേജാണ്. അവർ ഭയപ്പെട്ടിരിക്കുകയാണ്. കാരണം പലതാണ്. നിരാശരാണ്. ഏതു സമയത്തും യഹൂദന്മാർ അവരെ ചെയ്സ് ചെയ്യുകയാണ്. സകല സാധ്യതകളുണ്ട്. റോമാ പട്ടാളം അവരെ ആക്രമിക്കാൻ, അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ്. അവരുടെ ആശയായ അവരുടെ നേതാവ് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇനി എന്തെന്നുള്ള വലിയ ചോദ്യത്തിന്റെ മുൻപിലാണ് അവർ നട്ടം തിരിയുന്നത്. We close that situation as we call that situation as the closed door situation. എല്ലാ വാതിലുകളും അടച്ചിരിക്കുകയാണ്. മുമ്പോട്ട് നോക്കുന്ന സമയത്ത് യാതൊരു പ്രത്യാശയ്ക്കും വകയില്ലാത്ത ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് കർത്താവ് കൊടുക്കുന്ന വലിയ പ്രത്യാശയുടെ ദൂതാണ് അവരെ കാണാൻ സാധിക്കുന്നത്. കർത്താവ് അവിടെ വലിയ പ്രസംഗം പറഞ്ഞതായിട്ട് അവിടെ കാണുന്നില്ല. എന്നാൽ പിന്നീട് വാതിലടച്ച് പേടിച്ചുകൊണ്ടിരുന്ന അതേ ശിഷ്യർ, സാഹചര്യങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ലെങ്കിൽ പോലും യേശു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്ന് കണ്ടപ്പോൾ പിന്നീട് അവരെ കാണുന്നത് റോട്ടിലാണ്. ലോകത്തെ കീഴ്മേൽ മറിച്ചവരെന്നാണ് പിന്നീട് അവരെ കുറിച്ച് പറയുന്നത്. ഇന്ന് ഈ ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകുന്നവർ പലപ്പോഴും സൂയിസൈഡ് ചെയ്യാറുണ്ട്. ചിലർക്ക് ഭ്രാന്ത് പിടിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അവർക്കുള്ള ഒരു മെസ്സേജാണിത്. എന്തിന് ജീവിതം അവസാനിപ്പിക്കണം? നിങ്ങളുടെ വാതിലുകൾ സകലതും അടഞ്ഞിരിക്കുകയാണെങ്കിൽ പോലും യേശു പറയുന്നു, ഞാൻ ജീവിക്കുന്നു എന്ന്. പിന്നീട് ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ കാണുന്നത് തോമസ് അപ്പോസ്തലനാണ്. യേശു ജീവിക്കുന്നു എന്ന് മറ്റുള്ളവർ പറഞ്ഞാലും അത് വിശ്വസിക്കുവാൻ സാധ്യമാകാത്ത ശിഷ്യന് തോമസിനെ യേശു കർത്താവ് പ്രത്യക്ഷപ്പെടുകയാണ്. ഒരുപക്ഷെ അത് ഇന്നത്തെ ചെറുപ്പക്കാരുടെ ഒരു പ്രതിനിധിയായിട്ട് വേണമെങ്കിൽ അദ്ദേഹത്തിനെ കാണുന്നതിൽ തെറ്റില്ലെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇന്ന് ശാസ്ത്രവും റിലീജിയനും പാരലൽ ലൈൻസിനാണ് എപ്പോഴും യാത്ര ചെയ്യുന്നത്. ശാസ്ത്രം ഒന്ന് പറയുന്നു, റിലീജിയൻ വേറൊന്ന് പഠിപ്പിക്കുന്നു. ഉദാഹരണങ്ങൾ പറയുവാൻ സമയമില്ലാത്തത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നില്ല. ഓൾവേസ് ട്രാവൽസ് ഇൻ പാരലൽ ലൈൻസ്. അങ്ങനെ പാരലൽ ലൈൻസ് യാത്ര ചെയ്യാൻ ഒക്കില്ല. കാരണം ശാസ്ത്രത്തിൻ്റെയും റിലീജിയന്റെയും കർത്താവ് ദൈവം തന്നെയാണ്. ദൈവമാണ് സകലത്തിൻ്റെയും ഉടയവൻ. അപ്പൊ ഇറ്റ് ഹാസ് ടു കൺവേർജ് അറ്റ് വൺ പോയിന്റ്. അത് സാധ്യമാകാതിരിക്കുമ്പോഴാണ് തോമസിനെ പോലെ സംശയം ഉണ്ടാകുക. കാരണം യേശു മരിച്ചത് അവൻ കണ്ടതാണ്, യേശുവിനെ അടക്കിയത് അവൻ കണ്ടതാണ്, കല്ലുരുട്ടി വെച്ചത് അവൻ കണ്ടതാണ്. പിന്നെ മറ്റുള്ളവർ അസംഭവ്യമല്ലാത്തൊരു കാര്യം സംഭവ്യമായിരിക്കുന്നു പറയുമ്പോൾ അത് എങ്ങനെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും? ഇന്നത്തെ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ്. ക്ലാസ് റൂമിൽ ഒന്ന് പഠിപ്പിക്കും, പള്ളിയിൽ വേറൊന്ന് പഠിപ്പിക്കും. ഇതേതാണ് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നത്? അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ സംബന്ധിച്ചിടത്തോളം ദൈവം ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ള വലിയ മെസ്സേജ് യേശു കർത്താവ് തോമസിന് നൽകിയതുപോലെ നൽകുകയാണ്. He just showed the wounded hands and broken heart. തോമസിന് പിന്നെ സംശയിക്കേണ്ട ആവശ്യം വന്നില്ല. ഇതുവരെയും ബുദ്ധിക്ക് സ്ഥാനം കൊടുത്തുകൊണ്ടിരുന്നവൻ ഇപ്പോൾ അവന്റെ ജീവിത അനുഭവമായപ്പോൾ അവൻ വലിയൊരു പ്രഖ്യാപനം നടത്തുന്നതായിട്ട് കാണും. എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളത്. ഇന്ന് ചെറുപ്പക്കാർക്ക് കൊടുക്കുന്ന വലിയൊരു മെസ്സേജാണിത്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധ്യമാകാത്ത അനുഭവങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം. ഒരുപക്ഷെ നിങ്ങളെ ശാസ്ത്രം പഠിപ്പിക്കുന്നത് കൊണ്ട് റിലീജിയൻ പഠിപ്പിക്കുന്ന പലതിനെയും ചോദ്യം ചെയ്യുന്ന അനുഭവത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം. ദൈവമുണ്ടോ എന്ന് പോലും ചോദിക്കുന്ന സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടി വന്നേക്കാം. തോമസിനെ പോലെ ആ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ
ഇത് ജീവിതത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് തീരുമ്പോൾ നമ്മുടെ ദർശനവും നമ്മുടെ സംശയവും ദൂരീകരിക്കപ്പെടുന്നതായിട്ട് നാം ഇവിടെ കാണും. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവർക്ക് കൊടുക്കുന്ന വലിയ ദൂതാണ് ഐ ആം ലിവിങ്, ഐ ആം റിസൺ. അത് ഉൾക്കൊള്ളാൻ തക്കവണ്ണം സാധ്യമായിട്ട് തീരണം. പിന്നീട് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണ്. അവർ ഏറെ മ്ലാനവതരരാണ്. അവർ അന്യോന്യം ദുഃഖകരമായ സംഭവത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ അവരോടൊപ്പം അവർക്ക് മനസ്സിലാക്കാൻ തക്കവണ്ണം സാധ്യമായി തീരുന്നില്ലെങ്കിൽ പോലും സഹയാത്രികനായി കൂടെ നടക്കുന്ന യേശുവിനെയാണ് നാം കാണുക, ഉയർത്തെഴുന്നേറ്റ യേശുവിനെ. നാം ജീവിതയാത്രയിൽ പലപ്പോഴും തനിച്ചാണെന്ന് തോന്നലുണ്ടാകാം, ആരും സഹായിപ്പാനില്ല എന്നൊരു തോന്നലുണ്ടാകാം. അങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളിൽ പോലും കണ്ണുനീർ താഴ്വരയുടെ അനുഭവത്തിലൂടെ നാം കടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും നമ്മോടൊപ്പം സഹയാത്രികനാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് എന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജീവിതത്തിന്റെ സായാഹ്നത്തിലായപ്പോഴും ക്രോസ് റോഡ്സിലായപ്പോഴും അവരെ നയിക്കുന്ന, അവർക്ക് ഉൾക്കൊള്ളാനും മനസ്സിലാക്കുവാനും സാധിക്കാതിരിക്കുമ്പോൾ പോലും അവരെ നയിക്കുന്ന ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു അനുഭവമായിട്ട് തീരുന്നുണ്ടോ? ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളിലും കംഫർട്ടറായി ഇരിക്കുന്നവനാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ്. പിന്നീട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യക്ഷപ്പെടുന്നത് തൊഴിലിൽ പരാജിതരായി നിൽക്കുന്നവർക്കാണ്. ഒരു കാലത്ത് ഒരുപാട് മീൻ പിടിച്ചവരാണ്, ആ സാഹചര്യത്തെ വളരെ കൃത്യമായിട്ട് അറിയുന്നവരാണ്, ഒരുപാട് മീൻ പിടിച്ച ശിഷ്യന്മാരാണ്. അവർക്ക് വളരെ സുപരിചിതമായ കടലാണ്, തൊഴിലാണ്. എന്നാൽ ഇപ്പോൾ യേശു കർത്താവ് ചോദിക്കുന്നു, നീ കൂട്ടുവാൻ വല്ലതുമുണ്ടോ? മറുപടി ഒരു ഊപ്പയെ പോലും കിട്ടിയില്ല, ഒരു മീൻകുഞ്ഞിനെ പോലും കിട്ടിയില്ലെന്നാണ് പറയുക. അപ്പോഴാണ് കർത്താവിനോട് പറയുന്നത്, വലത്തോട്ട് നീക്കി മീൻ പിടിക്കുവാൻ. നിങ്ങൾ ഒരു പക്ഷേ ഈ വിധത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയാൻ മേല. മീൻപിടുത്തം പരിചയമുള്ളവർക്കറിയാം, ഒരിക്കലും വലത്തോട്ട് വല വീശാനായിട്ട് ഒക്കില്ല. വല വീശുന്നത് എപ്പോഴും ഇടത്തോട്ടാണ്. ഇതുവരെ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇനിയൊന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. പിന്നെ എന്താണ് കർത്താവ് അവരോട് പറയുന്നത്? കർത്താവ് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ആത്മീയ ജീവിതത്തെയാണ് ചോദ്യം ചെയ്യുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. രണ്ട് വിധത്തിലാണ് ഇടത്തോട്ട് മീൻ പിടിക്കാൻ പറ്റുള്ളൂ, വല വീശാൻ പറ്റുള്ളൂ. ഒന്നുകിൽ നാം നേരെ തിരിഞ്ഞു നിൽക്കണം, വല വീശുന്നവൻ നേരെ തിരിഞ്ഞു നിൽക്കണം, അല്ലെങ്കിൽ വള്ളം നേരെ തിരിക്കണം. രണ്ടും മൊത്തമായിട്ടുള്ള ഒരു തിരിച്ചിലാണ്. അപ്പോഴാണ് അവരുടെ ഇടത് വലതായിട്ട് തീരുന്നത്. കാരണം മനുഷ്യരെ പിടിക്കാൻ വിളിക്കപ്പെട്ടവൻ മീൻ പിടിക്കാൻ പോയാൽ ഉണ്ടാകുന്ന ദുരിതത്തെക്കുറിച്ചാണ് കർത്താവ് ഓർമ്മിപ്പിക്കുന്നത്. മനുഷ്യനെ പിടിക്കുവാൻ വിളിക്കപ്പെട്ടവരാണത്. കർത്താവ് അവരെ ഓർമ്മിപ്പിക്കുന്നു, നീ തിരിയാത്തിടത്തോളം കാലം നിനക്ക് മീൻ പിടിക്കാൻ സുഖില്ല. നമ്മൾ ജീവിതത്തിൽ പരാജിതരാകുന്ന സമയത്ത് പോലും നമ്മെ തനിച്ചു വിടാത്തവനാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ്. നാം പരാജിതരായി തുന്നമ്പാടി നിൽക്കുന്ന അവസരത്തിൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് യഥാസ്ഥാനപ്പെടുത്തുകയും എന്നാൽ വിജയ ശ്രീലാളിതരാക്കി തീർക്കുകയും ചെയ്യുന്നവനാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ്. അതാണ് ഉയർപ്പിന്റെ ശക്തി. ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമുക്ക് നൽകുന്ന മെസ്സേജ് എന്നാണ്, കംഫർട്ടർ. ഈസ് എ കംഫർട്ടർ. നമുക്ക് നൽകുന്ന വെല്ലുവിളി ഇതാണ്, സകലർക്കും ആശ്വാസം പ്രഘോഷിക്കണം. ഈ മെസ്സേജ് ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടവരാണ് നാം. എന്നാൽ പലപ്പോഴും കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് നൽകിയിരിക്കുന്ന ആശ്വാസത്തിന്റെ ദൂത്, ആ അനുഭവം നമ്മുടേതാകാത്തത് കൊണ്ട് ആധികാരികമായി ലോകത്തിന് ആശ്വാസത്തിന് വേണ്ടി, ഒരു ഇറ്റാശ്വാസത്തിന് വേണ്ടി കേഴുന്ന ലോകത്തിന്
ആ മെസ്സേജ് നൽകുവാൻ തക്കവണ്ണം നാം പരാജയപ്പെട്ടു പോകുന്നു. ഇത് നൽകുവാൻ തക്കവണ്ണം നമുക്ക് ബാധ്യതയുണ്ട്. അതിന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ജീവിതത്തിന്റെ ഒരു യാഥാർത്ഥ്യമായിട്ട് തീർന്നേ മതിയാവും. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യമായിട്ട് തീരുമ്പോൾ മാത്രമേ നമുക്ക് ഈ മെസ്സേജ് ലോകത്തിന് നൽകുവാനായിട്ട് സാധ്യമായിട്ട് തീരത്തുള്ളൂ. അതുകൊണ്ട് ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവ് നമ്മുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമായി തീർന്നിട്ടുണ്ടോ എന്നുള്ള വലിയൊരു ചോദ്യം നാം നമ്മോട് തന്നെ ചോദിക്കണം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ജീവിതത്തിന്റെ യാഥാർത്ഥ്യമായി തീരുമ്പോൾ കണ്ണുനീർ തൂകുന്ന ഈ ലോകത്തിന്, ഒരിറ്റ ആശ്വാസത്തിന് വേണ്ടി കേഴുന്ന ലോകത്തിന് നമുക്ക് ഈ മെസ്സേജ് ഓഫ് ഹോപ്പ് നൽകുവാൻ തക്കവണ്ണം സാധിക്കും. അത് ജീവിതത്തിന്റെ ഏത് അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർക്കും ഇത് കൊടുക്കുവാനായിട്ട് സാധിക്കും. ഇതാണ് ഉയർപ്പിന്റെ മെസ്സേജ്. ഈ മെസ്സേജ് ലോകത്തിന് നൽകുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ തന്റെ പരിശുദ്ധാത്മാവ് മൂലം ഏവരെയും ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എനിക്ക് നിങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിപ്പാൻ ലഭിച്ചതിലുള്ള സന്തോഷം അറിയിച്ചും കൊണ്ട് ഉയർപ്പിന്റെ അനുഭവത്തോടുകൂടെ തല ഉയർത്തിപ്പിടിച്ച് ജീവിപ്പാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആശംസിച്ചും കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. കർത്താവ് നമ്മേവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. Thank you, Tirumeni, for that inspiring, simple, clear, and forthright message. Thank you so much. In spite of your inconvenience, joined with us and for blessing us and by giving this great message. Now we will take only 2 minutes to wind up. Next, we will have the vote of thanks. And after that, I request beloved Tirumeni to pray and give the benediction after the vote of thanks. I invite Shaji James, General Secretary of YMCA, to give the vote of thanks. സ്നേഹമുള്ളവരെ, തിരുവനന്തപുരം YMCAയുടെ ഈ വർഷത്തെ നമ്മുടെ ഈസ്റ്റർ സോങ് സർവീസ് ഇവിടെ സമാപിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും സ്നേഹപൂർവമായ നന്ദി അർപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഇത് നമ്മുടെ അതിഥിയായിട്ട് കടന്നു വരികയും ഈസ്റ്റർ സന്ദേശം നൽകിയ അഭിവന്ദിയ റൈറ്റ് റവറൻഡ് ഡോക്ടർ യുയാക്കിം മാർ കൂർലോസ് തിരുമേനിയോടുള്ള സ്നേഹപൂർവമായ നന്ദി YMCAയ്ക്ക് വേണ്ടിയിട്ടും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഞാൻ അർപ്പിച്ചുകൊള്ളട്ടെ. ഇന്നത്തെ ഈ ഈസ്റ്റർ സോങ് സർവീസിൽ പങ്കെടുത്ത് വെർച്വലായിട്ട് കൊയറുകൾ പങ്കെടുത്തിരിക്കുന്നത് YMCA കൊയറാണ്. YMCA കൊയറിന്റെ നേതൃത്വം നൽകിയ ചെറിയ ഉമ്മൻ സാറിന്റെ ടീമിനെ ഞാൻ സ്നേഹപൂർവ്വം YMCAയോടുള്ള നന്ദി അർപ്പിക്കട്ടെ. ഗോഡ്സ് ഓൺ നൈറ്റ് കൊയറാണ്. എബ്രഹാം സക്കീറ സാറിന്റെ നേതൃത്വത്തിൽ വളരെ നന്നായിട്ട് അവര് പ്രിപ്പയർ ചെയ്ത് ഇന്ന് ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുകയുണ്ടായി. ഗോഡ്സ് ഓൺ നൈറ്റ് കൊയറിനോടുള്ള സ്നേഹപൂർവ്വമായ നന്ദി ഈ അവസരത്തിൽ അർപ്പിക്കുന്നു. ഹല്ലേലൂയ മ്യൂസിക്കിന് വേണ്ടിയിട്ട് ടീമംഗങ്ങളെ എല്ലാവരെയും പ്രത്യേകമായിട്ട് YMCAയുടെ സ്നേഹവും നന്ദിയും ഈ അവസരത്തിൽ അർപ്പിച്ചുകൊള്ളട്ടെ. മെലോഡിയ കൊയറിന്റെ നേതൃത്വം നൽകിയ ഡോക്ടർ ഷിജോ ഫിലിപ്പും മറ്റു ടീമംഗങ്ങളെയും സ്നേഹപൂർവ്വം ഞാൻ YMCAയ്ക്ക് വേണ്ടിയിട്ട് നന്ദി അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ അമർനാഥ് ഐപോൾ ടീം, ഈ വർഷം ആദ്യമായിട്ടാണ് YMCAയുടെ ഈ കൊയർ പ്രോഗ്രാമിലേക്ക് അമർനാഥ് ഐപോൾ ടീം വന്നിരിക്കുന്നത്. അവരെയും YMCAയുടെ സ്നേഹപൂർവ്വമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് അർപ്പിക്കുന്നു. ഈ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് YMCAയുടെ സ്പിരിച്വൽ പ്രോഗ്രാംസ് കമ്മിറ്റിയാണ്. വളരെ സുദീർഘമായ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്പിരിച്വൽ പ്രോഗ്രാം കമ്മിറ്റി അംഗങ്ങളോടും പ്രത്യേകിച്ച് ചെയർമാനായിരിക്കുന്ന PM ജോൺ സാറിനോടും സ്നേഹപൂർവ്വമായ നന്ദി ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായിട്ട് അർപ്പിക്കുന്നു. ഇതിനെല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്നത് YMCAയുടെ പ്രസിഡന്റ് ഷെവലിയ ഡോക്ടർ കോശി M ജോർജ് സാറാണ്. കോശി M ജോർജ് സാറിനുള്ള സ്നേഹപൂർവ്വമായ നന്ദി നാം ഏവർക്കും വേണ്ടിയിട്ട് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് അർപ്പിച്ചുകൊള്ളുന്നു. YMCAയുടെ സ്പിരിച്വൽ പ്രോഗ്രാം കമ്മിറ്റിയുടെ അംഗങ്ങള്, കൺവീനർ ജിമ്മി ജോർജ് സാറ്, അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ബഹുമാന്യായ മാത്യു കെ ജാക്സൺ അച്ഛനോടുള്ള സ്നേഹപൂർവ്വമായ നന്ദി ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് നാം ഏവർക്കും വേണ്ടി ഞാൻ അർപ്പിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. നന്ദി. Thank you. I request our Tirumeni to kindly pray and give the final benediction and bless all of us. Tirumeni. ഞങ്ങളുടെ പ്രിയപ്പെട്ട കർത്താവേ, നിന്റെ സന്നിധിയിൽ
ഞങ്ങൾക്ക് ഒരുമിച്ച് വന്ന് നിന്നെ പാടി മഹത്വപ്പെടുത്തുവാൻ ഉയർപ്പിന്റെ സന്ദേശം പങ്കിടുവാൻ തക്കവണ്ണം ഇടയാക്കിയ കൃപയ്ക്കായി നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, YMCA നടക്കുന്ന വലിയ ശുശ്രൂഷകളെയൊക്കെ ഓർത്ത് സ്തോത്രം. നേതൃത്വം കൊടുക്കുന്ന എല്ലാവർക്കായി നിന്നെ മഹത്വപ്പെടുത്തുന്നു. ഈ സന്ധ്യയെങ്കിൽ വലിയ ദൂത് വിവിധ മുഖാന്തരങ്ങളിലൂടെ നൽകിയ പ്രിയപ്പെട്ട കൊയറംഗങ്ങൾക്കും മറ്റുള്ളവർക്കുമൊക്കെ ഓർത്ത് നിന്നെ മഹത്വപ്പെടുത്തി സ്തുതിക്കുകയും ചെയ്യട്ടെ. യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കുവാൻ, ഏത് പ്രതികൂലങ്ങളെയും അതിജീവിപ്പാൻ തക്കവണ്ണം ആ വലിയ ഉറപ്പ് മതിയായിരിക്കുന്നു എന്നുള്ള ഉറപ്പോടുകൂടി ജീവിപ്പാൻ മതിയങ്ങളെ സഹായിക്കാണ്. കർത്താവെ, ലോകം കണ്ണുനീർ തൂകുമ്പോൾ അവരുടെ കണ്ണുനീർ ഒപ്പുവാൻ തക്കവണ്ണം, ആശ്വാസം നൽകുന്ന വലിയ ദൂത് നൽകുവാൻ തക്കവണ്ണം അടിയങ്ങളെ നീ വിളിച്ചിരിക്കുന്നു എന്ന ചിന്തയോടുകൂടി ലോകത്തിന് ഉയർത്തെഴുന്നേറ്റ കർത്താവ് നൽകുന്ന വലിയ പ്രത്യാശ പങ്കിടുവാൻ തക്കവണ്ണം അടിയങ്ങളെ എടുത്ത് ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപ ഈ സന്ധ്യയെങ്കിൽ അനുഭവിപ്പാൻ ഇടയാക്കിയതോർത്ത് സ്തോത്രം. എല്ലാത്തിനും സ്തോത്രം. കർത്താവ്, രാത്രി സുഖകരമായ വിശ്രമാടിയങ്ങൾക്ക് നൽകാൻ ഞങ്ങളുടെ കിടക്കയിൽ നിന്നെ ധ്യാനിപ്പാൻ തക്കുന്നിടയാകണം. മാനവും മഹത്വവും നിനക്കാകണമേ. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസം പ്രിയരെ നിങ്ങളേവരോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Thank you. Thank you, Tirumeni. Thank you so much. Thank you. For Thank coming. you. I thank night. all the participants and members of the choir and who worked very hard, especially the secretary of YMCA and BT and all the people, and especially the president, our president Chevalier Koshiam George, for all their support and encouragement on this. Thank you so much. Thank and you. Come to the close of this Easter song service. Thank you. തിരുമേനി പ്രത്യേകം നന്ദി. ഞാൻ YMCA പ്രസിഡന്റ് ആണ്. ഷവലിയർ കോശി തിരുമേനി നന്ദി. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും നന്ദി. ഞാൻ എൻ്റെ ഒരു പ്രയാസം പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങ് പ്രതികരണം അങ്ങ് ഭയങ്കരമായി പോയി. കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് 100 നിന്ന് പെട്ടെന്ന് അങ്ങ് 70, 72 വന്നു കേട്ടോ, 74 വന്നു. അങ്ങ് പ്രതികരണം അങ്ങ് കൂടിപ്പോയി. ആളുകൾ അന്നേരം പ്രതികരിച്ചല്ലോ സാറേ. അതെ ഞാൻ പറഞ്ഞത് നമ്മളൊക്കെ ഒരു സാഹചര്യത്തിൽ പ്രസിഡന്റ് സാർ, ചെയർമാൻ രണ്ടുപേർക്കും കൺഗ്രാജുലേഷൻസ്. Thank you. പാർട്ടിസിപ്പേഷൻ ഭംഗിയായിട്ട് നടന്നു. കൺഗ്രാജുലേഷൻസ്. ടീം ജോൺ, കൺഗ്രാജുലേഷൻസ്. സമയത്ത് തന്നെ തീരുകയും ചെയ്തു. Thank you. Vitti, can we close? Yeah. Okay. അതെ. Thank you all. Thank you. Vitti, കേൾക്കാമോ? Thank you. Keep up the good work. Vitti, കേൾക്കാമോ? Thank you all. So we come to the close of the meeting. Thank you so much. And the meeting ends here. Thank you. Bye-bye. Thank you and bye-bye.